ആത്മജ്യോതിയിലേക്ക് സ്വാഗതം. ഇന്ന് ടി വിയിൽ കണ്ട ഒരു വാർത്ത വളരെ വേദനയുണ്ടാക്കുന്നതായിരുന്നു. അതാണ് എന്നെ ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. നമ്മുടെ നാട്ടിൽ ആത്മഹത്യ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സ് ആണെന്ന്. 16-നും 22 വയസ്സിനും ഇടയിലുള്ള കുട്ടികളാണ് കൂടുതലും ആത്മഹത്യ ചെയ്യുന്നത്. വളരെ സങ്കടമുള്ള കാര്യമാണ്. കാരണം നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അടിച്ച് പൊളിച്ച് ജീവിതം ആസ്വദിക്കുന്ന ഒരു സമയമാണ്. എപ്പോഴും നമ്മൾ ഹാപ്പി ആയിരിക്കാൻ അല്ലെങ്കിൽ സന്തോഷമായിട്ടിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ കിട്ടണം എന്നാഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണത്. ആ സമയത്ത് ജീവിതം നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് അത്ര മനോവേദന വന്നിട്ടായിരിക്കും. ഭൂമിയിൽ ജനിച്ചാൽ ഒരിക്കൽ മരിക്കും. മരണം ഉറപ്പാണ്. മരണമുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ കിട്ടുന്ന ഒരു ചെറിയ ലൈഫ് സ്പാനാണ് ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരു ചെറിയ ലൈഫ് സ്പാൻ. ഈ ലൈഫ് സ്പാനിലാണ് നമ്മൾ ജീവിക്കുന്നത്, നമ്മുടെ ജീവിതം. അപ്പോൾ അവിടെ നമുക്ക് തെറ്റുകൾ സംഭവിക്കാം, കുറ്റങ്ങൾ സംഭവിക്കാം, വീഴ്ചകൾ സംഭവിക്കാം. എന്തൊക്കെ തന്നെ സംഭവിച്ചാലും നമ്മളത് ഫേസ് ചെയ്യണം. നമ്മളുടെ മനസാക്ഷിക്ക് മുന്നിലും ദൈവത്തിന് മുന്നിലും മാത്രം നമുക്ക് കാര്യങ്ങൾ ബോധിപ്പിച്ചാൽ മതി. ഒരു ജീവിതം നമുക്ക് ഭൂമിയിൽ കിട്ടാൻ നമ്മൾ എത്ര പുണ്യം ചെയ്യണമെന്നറിയുമോ? മനുഷ്യ ജീവിതം കിട്ടാൻ ദേവീദേവന്മാർ പോലും ഒരു മനുഷ്യ ജീവിതം എടുത്ത് അത് അനുഭവങ്ങൾ എടുക്കാൻ വേണ്ടി അവതരിക്കാറുണ്ട്. പുരാണങ്ങൾ നമ്മളത് വായിച്ചിട്ടുണ്ട്, ഇപ്പോഴും സംഭവിക്കുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന ജീവിതത്തിൽ നമുക്ക് ഓരോ അനുഭവങ്ങളുണ്ടാവും. നല്ലതും ഉണ്ടാവും, ചീത്തയും ഉണ്ടാവും. അതെല്ലാം അനുഭവങ്ങളാണ്. അതിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ പഠിക്കണം. അത് നമ്മളുടെ സോൾ ഡെവലപ്മെൻറ്റിന് സഹായിക്കും. നമ്മുടെ സോൾ ഡെവലപ്മെൻറ്റ് എന്തിനാണ്? ഇനിയൊരു നെക്സ്റ്റ് ലൈഫ് ഉണ്ടെങ്കിൽ, ഇതുപോലൊരു സാഹചര്യം വന്നാൽ നമ്മളതെങ്ങനെ ഓവർകം ചെയ്യും? ആ ഒരു ബുദ്ധി നമ്മുടെ സോളിന് വേണം, ആ അനുഭവം വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇത് ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയൂ. അപ്പോൾ സോൾ ഡെവലപ്മെൻറ്റിനാണ് നമ്മൾ ഈ ജീവിതാനുഭവങ്ങളൊക്കെ എടുക്കുന്നത്. ആദിശങ്കരൻ പോലും ഭിക്ഷയെടുത്ത് ഭിക്ഷാന്തേഹിയായി ജീവിച്ച ഒരു നാടാണ് നമ്മുടേത്. നമുക്ക് ഇങ്ങോട്ട് കിട്ടുമ്പോൾ മാത്രമാണോ സന്തോഷം ഉണ്ടാവുക? അങ്ങോട്ട് കൊടുക്കുമ്പോഴും നമുക്ക് സന്തോഷം ഉണ്ടാവണം. എങ്കിൽ നമുക്ക് സന്തോഷം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. നമുക്കത് അന്വേഷിച്ച് എങ്ങും പോകേണ്ട. Take care. Thank you.